വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു. വാർഡ് നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാൻ UDFും BJPയും കനത്ത പോരാട്ടം നടത്തേണ്ടി വരും. വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം കൊണ്ട് ഏറെ ശ്രദ്ധേയമാകും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം കഴിഞ്ഞപ്പോൾ 5 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. BJPക്ക് വേണ്ടി പത്തായപ്പറമ്പിൽ മാധവൻ, LDFിന് വേണ്ടി TM മിഹിൽ, UDFിന് വേണ്ടി കഴിഞ്ഞ തവണ മത്സരരംഗത്തുണ്ടായിരുന്ന മുഹമ്മദ് അലി കരിയാട്ട്, CPM വിമത സ്ഥാനാർത്ഥി ES സുകുമാരൻ, UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി പത്തിൽ സിറാജ് എന്നിവരാണ് പത്രിക സമർപ്പിച്ച രംഗത്തുള്ളത്. കഴിഞ്ഞ തവണ മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച CITU പ്രവർത്തകനും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകനുമായ ES സുകുമാരനെ ഇത്തവണയും പാർട്ടി തഴഞ്ഞതോടെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം രംഗത്തെത്തിയത്. വാർഡിൻ്റെ എല്ലാ പുരോഗതിക്കും എന്നാൽ കഴിയാവുന്ന വിധം അത് കഴിയുമെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് അവർ വീണ്ടും എന്നെ നിൽക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ മുന്നിൽ വെക്കുന്ന മുദ്രാവാക്യം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തെരഞ്ഞു നടക്കേണ്ടതില്ല എന്ന ആ മുദ്രാവാക്യം തന്നെയാണ് ജനങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ട് കഴിഞ്ഞ തവണ 14-ാം വാർഡിൽ BJP 2-ാം സ്ഥാനത്തെത്തിയിരുന്നു. എന്ത് വില കൊടുത്തും ഇത്തവണ വാർഡ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് BJP പത്തായപ്പറമ്പിൽ മാധവനെ രംഗത്തിറക്കിയിരിക്കുന്നത്. വട്ടംകുളം പഞ്ചായത്തിൽ ചരിത്രത്തിലാദ്യമായി 2 BJP അംഗങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസവും അവർക്കുണ്ട്. പുതിയ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അനുകൂലമാണെന്നാണ് BJP നേതാക്കളുടെ വിലയിരുത്തൽ. മാധവേട്ടനെയാണ് നമ്മൾ ഇത്തവണ NDAയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഒക്കെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. ഇത്തവണ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത്, ജാതിമത പരിഗണനകൾക്കപ്പുറത്ത് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടാകും എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. 2-ൽ നിന്ന് ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി BJPയുടെ അംഗസംഖ്യ ഈ ഗ്രാമപഞ്ചായത്തിൽ 3 ആകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതിന് എല്ലാ ആളുകളോടും ഈ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ആ വാർഡിൽ കൂടി എത്തിക്കാൻ ഞങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ രൂപത്തിൽ ആനുകൂല്യങ്ങൾ എത്താൻ വേണ്ടിയിട്ടുള്ള പിന്തുണ ഉണ്ടാകണം എന്നുകൂടി CITU പ്രവർത്തകൻ വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയതോടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ LDFിൻ്റെ ഭാഗത്തുനിന്നും പല പേരുകളാണ് ഉയർന്നു വന്നെങ്കിലും പൊതുവെ സൗമ്യനും ജനസമ്മതനുമായ TM മിഹിലിന് നറുക്കുവീഴുകയായിരുന്നു. ഇതോടെ ശക്തമായ പോരാട്ടം തന്നെ 14-ാം വാർഡിൽ അരങ്ങേറും. പൊതുവെ LDFിൻ്റെ കുത്തകയായ വാർഡിൽ UDFിന് കാര്യമായ മുന്നേറ്റം നടത്താൻ കഴിയില്ലെന്നും തങ്ങളുടെ വോട്ടുകൾ ചോരാതെ പോൾ ചെയ്യിക്കാൻ കഴിയുമെന്ന വിശ്വാസവും LDF നേതാക്കൾക്കുണ്ട്. എന്നാൽ വോട്ട് കുറവുള്ള വാർഡിൽ LDFിൻ്റെയും BJPയുടെയും പോരായ്മകൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും UDF മികച്ച വിജയം നേടുമെന്നുമാണ് UDF നേതാക്കളുടെ പ്രതീക്ഷ. BJPയെയും CPMനെയും പരാജയപ്പെടുത്തുക, വികസന പ്രവർത്തനങ്ങൾ പരമാവധി താഴെത്തട്ടിലേക്ക് എത്തിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക, നേരത്തെ കാൻഡിഡേറ്റ് പറഞ്ഞ പോലെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുക എന്നുള്ളതാണ് UDFിൻ്റെ മുഖമുദ്ര. അതാണ് UDFിൻ്റെ രാഷ്ട്രീയ തീരുമാനം. അതിനൊതുങ്ങുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നയം UDF രൂപപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ 14-ാം വാർഡിൽ നടപ്പിലാക്കും. 3 മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി കരുക്കൾ നീക്കുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പോരാടാൻ തന്നെ ഉറച്ച അരയും തലയും മുറുക്കി രംഗത്തുള്ളത് ഉപതെരഞ്ഞെടുപ്പിന് ജില്ലാതലത്തിൽ തന്നെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. NCV ന്യൂസ് എടപ്പാൾ.